ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്നത് എറണാകുളത്തുള്ള ഒരു ഫ്ലാറ്റിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജാണ്. അപ്പം ഞങ്ങളെ അവർ കോൺടാക്റ്റ് ചെയ്തു. ഏകദേശം വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കുകൾ തുടങ്ങാൻ സമയമായി. അപ്പം ഏത് വാട്ടർ പ്രൂഫിംഗ് ആണ് ചെയ്യേണ്ടത്, അതൊക്കെ ഏതൊക്കെ പോർഷനിലാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പലരും ശ്രദ്ധിക്കാതെ വിടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ കാണാനിടയായി. അതിൽ നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്, ഇവിടെ സൺഷെയ്ഡിൻ്റെ ടോപ്പിൽ, അതായത് എല്ലാ വിൻഡോകളുടെയും ടോപ്പിൽ സൺഷെയ്ഡ് പോലെ ഇങ്ങനൊരു ഡിസൈനിങ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം സ്റ്റോറേജായി നിൽക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ വെള്ളം ഈ ഒരു ഭാഗങ്ങളിൽ കെട്ടി നിൽക്കുമ്പോൾ ഈ വെള്ളം ഇൻസൈഡിലോട്ട് വന്ന് ഇൻറ്റീരിയറെല്ലാം ബാധിക്കാൻ അത് കാരണമായി തീരും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസൈനിങ് ടൈമിൽ ഈ ഒരു പോർഷനെല്ലാം നന്നായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ വീഴുന്ന വെള്ളം അവിടെ കെട്ടി നിൽക്കാത്ത വിധം ഇതിനെ ഔട്ട് സൈഡിലോട്ട് കളയത്തക്ക ലെവലിൽ പൈപ്പുകൾ പ്ലംബിങ് ടൈമിൽ ചെയ്തു കൊടുക്കണം. അതിലുപരി ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു പോർഷനുകളിലെല്ലാം കിളികളും മറ്റും വന്ന് കൂട് കൂട്ടാനും അത് പിന്നീട് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ചാൻസ് കൂടുതലാണ്. ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ വളരെ കെയർഫുള്ളായിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്.